everyone, welcome back to Xylem. Welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ചു സാറാണ്. സോ നമ്മൾ കുറെ കാലമായില്ലടാ ഇങ്ങനെ വെൽക്കം ബാക്ക് ടു Xylem, വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞ് അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ് അതിൻ്റെ ഒരു ഫൈനൽ ലാപ്പിലേക്ക് പരിസമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ആൻഡ് എനിക്കറിയാം നിങ്ങൾ ഒരുപാട് തിരക്കിലായിരിക്കും, പഠിക്കാനുള്ള, റിവൈസ് ചെയ്യാനുള്ള ഒക്കെ ടെൻഷനിലും തിരക്കിലും ഓട്ടപ്പാച്ചിലും ഒക്കെ ആയിരിക്കും നിങ്ങളെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു 5 മിനിറ്റ് സമയം നിങ്ങൾ എനിക്ക് തരണം. അത് നിങ്ങൾ എനിക്ക് തരില്ലേ? ഉറപ്പായിട്ടും തരും. ഓക്കെ, കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ആദ്യത്തെ കാര്യം, പലപ്പോഴും നമ്മളൊരു പ്രയോറിറ്റി ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് ഫിസിക്സും മാത്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ കഴിഞ്ഞിട്ടാണ് അടുത്ത സ്റ്റെപ്പിലാണ് ഇംഗ്ലീഷ് വരാറ്. എന്നാൽ ഇത്തവണ മോഡൽ എക്സാമിനായാലും പബ്ലിക് എക്സാമിനായാലും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു എക്സാം ആയിരിക്കും ഉറപ്പായും ഇംഗ്ലീഷ്. അത് എത്ര പെട്ടെന്ന് A+ കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. ഫെബ്രുവരി 18-ാം തീയതിയാണ് SSLC ഇംഗ്ലീഷ് മോഡൽ എക്സാം. മാർച്ച് 5-ാം തീയതി രണ്ടാമത്തെ പരീക്ഷയാണ് നമ്മുടെ ഇംഗ്ലീഷ് എക്സാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചുകൂടെ നന്നായി, കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് ആ സബ്ജക്റ്റിൽ ശ്രദ്ധിക്കണമെന്നും അത് പഠിക്കാൻ തുടങ്ങണമെന്നും ഓർമ്മപ്പെടുത്താനാണ് ഈ വീഡിയോ. ആൻഡ് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടേതുപോലെ കൺസേൺഡ് ആണ് ഞാനും. ഗ്രാമറിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. ഗ്രാമറാണ് നിങ്ങളുടെ ടെൻഷനെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒരുപാട് പറയണ്ട. കാരണം ഈ വരുന്ന ഫെബ്രുവരി 8-ാം തീയതി ഈ വീഡിയോ പബ്ലിഷ് ചെയ്ത് പിറ്റേ ദിവസം നമ്മൾ ഗ്രാമറിന് വേണ്ടി മാത്രം, എക്സ്ക്ലൂസീവ്ലി ഗ്രാമറിന് വേണ്ടി മാത്രം ഒരു പബ്ലിക് ലൈവ് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ലൈവ് ലിങ്ക് നിങ്ങൾക്ക് ഓൾറെഡി അവൈലബിൾ ആയിരിക്കും. സോ അതൊന്ന് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാം. എന്നാൽ എൻ്റെ ചോദ്യം അതല്ല, നിങ്ങൾ ഈ തമ്പ് കണ്ടിട്ടാണ് വന്നത്. ആൻഡ് എൻ്റെ ചോദ്യം, ഹൗ ആർ യു മാനേജിങ് യുവർ ഇമോഷൻസ് വിത്ത് എക്സാംസ് കമ്മിങ് അപ്പ്? നിങ്ങൾ ഓക്കെ ആയിട്ടിരിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. വേണ്ടാത്ത കാര്യങ്ങളിലൊന്നും നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കാതെ സിലബസിൽ, ചോദ്യപേപ്പറിൽ നിങ്ങൾക്ക് മാറ്റർ ചെയ്യുന്ന കാര്യങ്ങളിൽ മാത്രം എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യാൻ. ടേക്ക് എ ഡീപ് ബ്രെത്ത്. ഇറ്റ്സ് ഓക്കെ ടു ബി ടെൻസ്ഡ്. നെർവസ് ആവുക, ടെൻസ്ഡ് ആവുക, ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഗെയിം. ഇറ്റ്സ് ഓക്കെ. യു ടേക്ക് എ ഡീപ് ബ്രെത്ത് ആൻഡ് യു ഡു വാട്ട് എവർ യു ആർ സപ്പോസ് ടു ഡു. ഓക്കെ. ആൻഡ് നമ്മൾ ഇന്ന് അഡ്രസ് ചെയ്യുന്ന ചോദ്യം ഇതാണ്. സർ, വാട്ട് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് വി നീഡ് ടു റിവൈസ്? അത് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതിനെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. 15 ചാപ്റ്റേഴ്സ് ആണ്, 10 പ്രോസ് ആണ്, 5 പോയംസ് ആണ് എന്ന് നമുക്കറിയാം. അഡ്വഞ്ചേഴ്സിന്റെ ബനിയൻ ട്രീ മുതൽ കാസ്റ്റ് വരെ 15 ചാപ്റ്റേഴ്സ് ഉണ്ട്. എന്നാൽ ചോദ്യം ഇതാണ്, which chapter carries more weightage? Sir, so excited. Sir, നിങ്ങൾ പറഞ്ഞു തന്നോളൂ സർ. ഏത് ചാപ്റ്ററിനാണ് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യം വരിക? ഏത് ചാപ്റ്ററിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ്? ഏതൊക്കെ ചാപ്റ്ററാണ് പഠിക്കാതെ പോകേണ്ടത്? ഏത് ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ മതി എന്നൊക്കെ സാറ് പെട്ടെന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരുന്നു. ഐ എം സോറി ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഐ എം നോട്ട് ഹിയർ ഫോർ ദാറ്റ്. ഇതൊരു ഓണപരീക്ഷ ആയിരുന്നെങ്കിൽ, ക്രിസ്മസ് എക്സാം ആയിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് സെഡ് ദാറ്റ്. പക്ഷെ ഇതൊരു പബ്ലിക് എക്സാം ആണ്. നമുക്ക് റിസ്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. A+ കിട്ടിയേ മതിയാവുള്ളൂ. ഞാൻ അതിനുള്ള ഉത്തരം ഞാൻ ആദ്യമേ തന്നാക്കാം. ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിന് ഇത്ര വെയിറ്റേജ് കൂടുതലാണ് എന്ന് ആർക്കും പറയാൻ പറ്റില്ല. പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, 5 പോയിന്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം 10 മാർക്കേ കിട്ടുള്ളൂ. 5 മാർക്ക് അപ്രിസിയേഷനും 5 മാർക്ക് കോംപ്രിഹെൻഷനും. സോ 5 പോയിന്റ്സ് നിങ്ങൾ അവസാനം പഠിച്ചാൽ മതി. മനസ്സിലായില്ലേ? കാരണം അവിടെ മാക്സിമം കിട്ടാൻ പോകുന്ന 10 മാർക്കാണ്. സോ നിങ്ങൾ ഓരോ മണിക്കൂർ എടുത്ത് 5 ചാപ്റ്റേഴ്സ് 5 മണിക്കൂർ കൊണ്ട് പഠിക്കുമ്പോൾ നിങ്ങൾ ഒന്നും പഠിക്കാതെ പോലും നിങ്ങൾക്ക് ഒരു 5 മാർക്ക് അവിടെ കിട്ടും 10-ൽ. ബാക്കി 5 മാർക്കിന് വേണ്ടി അത്രയും സമയം സ്പെൻഡ് ചെയ്യണം? വേണ്ട. യു ഹാവ് ടു തിങ്ക് വൈസ്ലി. പക്ഷെ എൻ്റെ ചോദ്യം ഇതല്ല. ഈ പറയുന്ന അഡ്വഞ്ചേഴ്സിന്റെ ബനിയൻ ട്രീ, കാസ്റ്റ് അവേ, വാൻക, പ്രൊജക്ട് ടൈഗർ, മൈ സിസ്റ്റർ ഷൂസ്, നെവർ നെവർ നെസ്റ്റ്, സ്കോളർഷിപ്പ് ജാക്കറ്റ്, ഇവിടുന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരെ. ഏതാണ് സാർ ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്? അതിൻ്റെ ഉത്തരം ഇതാണ്. ഒരു ചാപ്റ്ററും നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്തോ കുറവ് ഫോക്കസ് ചെയ്തോ പഠിക്കരുത്. അതിന്റെ മറ്റൊരു ഉത്തരം, എല്ലാ ചാപ്റ്റേഴ്സും ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നുള്ളത് തന്നെയാണ്. യെസ്, യു ഹേർഡ് മീ റൈറ്റ്. എന്നെ തെറി വിളിക്കാൻ പോകുന്നതിന് മുമ്പ്, എന്നോട് വഴക്ക് കൂടുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കാണിച്ചു തരാം. ഇത് 2023 SSLC, 2024 മുമ്പുള്ള, അല്ലെങ്കിൽ റാൻഡം ആയിട്ട് 2 വർഷങ്ങളെടുത്താണ്. 2023 SSLC എക്സാമിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണിത്. നോക്കൂ, വാൻകയിൽ നിന്നാണ് കോംപ്രിഹെൻഷൻ ചോദിച്ചത്. ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന പോയം കോംപ്രിഹെൻഷൻ, ബാരഡ് ഓഫ് ഫാദർ ഗില്ലിംഗ് അപ്രിസിയേഷൻ, ദെൻ റൈറ്റ് അപ്പ് അഡ്വഞ്ചേഴ്സിന്റെ ബനിയൻ ട്രീ, നറേഷൻ കാസ്റ്റവേ, നോട്ടീസ് ഫിലിം ഫെസ്റ്റിവൽ ആണ്. സോ യൂണിറ്റ് നമ്പർ 2, നെവർ നെവർനെസ് എന്ന ഡയറി, ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്ന ക്വസ്റ്റ്യനെയർ, ദെൻ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന ഇൻഫോർമൽ ലെറ്റർ, മാർത്തയുടെ ക്യാരക്ടർ സ്കെച്ച്, ആന്റൺ ചെക്കോവിന്റെ പ്രൊഫൈല്, പ്രൊജക്ട് ടൈഗർ എന്ന ന്യൂസ് റിപ്പോർട്ട്, പാരഗ്രാഫ്, ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മേഡ്. ഇനി മോഡൽ എക്സാം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിന് ഒരു പ്രയോറിറ്റിയും ഇല്ല. ബാക്കി ഏത് സബ്ജക്റ്റിലും ചിലപ്പോൾ നമുക്ക് അങ്ങ് പറയാൻ പറ്റും, പക്ഷെ ഇംഗ്ലീഷിൽ പറ്റില്ല. ഇനി
നമ്മൾ കുറച്ചുകൂടി പിറകോട്ട് പോയി 2020 SSLC എക്സാം എടുത്ത് നോക്കി കഴിഞ്ഞാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അപ്പൊ ഇതിൽ ഒരു ചാപ്റ്റർ ഇല്ലാത്തത് കൊണ്ട് അല്ലെ, ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ ഞാൻ മൊത്തം പരിശോധിക്കുമ്പോൾ 2023 SSLCയിൽ ഒരു ചോദ്യം മാത്രമാണ് നെവർ നെവർനെസ് എന്ന് ചോദിച്ചത്. അതിനർത്ഥം അടുത്ത വർഷം 5 മാർക്ക് തന്നെ ചോദിക്കുന്നതാണോ? അല്ലാന്നേ, നിങ്ങൾക്കറിയാം ഈ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് അവിടെ നിന്ന് എത്ര ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നത്. അതുകൊണ്ട് ഒരു ചാപ്റ്ററിനെ പോലും നിങ്ങൾ എന്ത് ചെയ്ത് വിട്ട് കളയരുത്. അഡ്വഞ്ചേഴ്സിന്റെ ബനിയൻട്രി എത്രമേൽ ഇമ്പോർട്ടന്റ് ആണോ അത്രമേൽ ഇമ്പോർട്ടന്റ് ആണ് നെവർ നെവർനെസ്. സ്കോളർഷിപ്പ് ജാക്കറ്റ് എത്രമേൽ ഇമ്പോർട്ടന്റ് ആണോ അത്രമേൽ ക്രൂഷ്യൽ ആണ് മൈ സിസ്റ്റർ ഷൂസ്. ആ രീതിയിലായിരിക്കണം നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് ഒരു ചാപ്റ്ററിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ള ആ വെള്ളം നിങ്ങൾ എന്ത് ചെയ്തോളൂ, അടുപ്പിലേക്ക് അല്ലെങ്കിൽ അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചോളൂ. എന്നിട്ട് എല്ലാ ചാപ്റ്ററിലും ഫോക്കസ് ചെയ്യും. ആൻഡ് അത് നിങ്ങളോട് എനിക്ക് പറയേണ്ട കാര്യമാണ്. കാരണം ഞാനത് പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് സമാധാനം വരില്ല. നിങ്ങൾ അഡ്വഞ്ചേഴ്സിന്റെ ബനിയൻട്രി, പ്രൊജക്ട് ടൈഗർ എന്നൊക്കെ പറഞ്ഞ് ഫോക്കസ് ചെയ്ത് പഠിക്കുമ്പോൾ അതിനിടയ്ക്കുള്ള ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ എല്ലാ ചാപ്റ്റേഴ്സിലും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ വെയിറ്റേജ് എല്ലാ ചാപ്റ്ററിനും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോവാതിരിക്കരുത്. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത്. മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്സ് എന്തൊക്കെയാണ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് കമന്റ് ബോക്സിൽ പറയൂ. അടുത്ത ചോദ്യം, ഈസ് ദി അപ്കമിങ് എക്സാം എക്സ്പെക്റ്റഡ് ടു ബി ഡിഫിക്കൽട്ട്? വി പ്രിപ്പയർ ഫോർ ദ വേഴ്സ്റ്റ്. അതാണ് എൻ്റെ ഉത്തരം. നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം. ഒരു കാലത്തും ഒരു പരീക്ഷ എളുപ്പമായതുകൊണ്ട് അയ്യോ പരീക്ഷ എളുപ്പമായി, ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു, അയ്യോ എന്ത് നശിച്ച പരീക്ഷയായിരുന്നു എന്ന് നമ്മൾ പറയാൻ പോകാറില്ല. പക്ഷെ തിരിച്ചു പറയാറുണ്ട്. അതുകൊണ്ട് ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് ഗസ് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. അത് എങ്ങനെയാണ്, ഏത് രീതിയിലാണെന്നൊക്കെ നമ്മൾ വരുന്ന അപ്കമിങ് ലൈവ്സിൽ അടിപൊളിയായിട്ട് പറയും. ഗ്രാമർ പേടിയുള്ള ആൾക്കാർ നാളത്തെ ലൈവ് എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും കണ്ടുകൊള്ളാം. ആൻഡ് ഇറ്റ്സ് ഓക്കെ ടു ഫീൽ സ്ട്രെസ്ഡ്. കുറച്ച് സ്ട്രെസ്സൊക്കെ ഉണ്ടാവുന്നത് നല്ലതാണ്. കാരണം എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്നവനെ, എന്തെങ്കിലുമൊക്കെ സ്വപ്നം കാണുന്നവനെ ഈ സ്ട്രെസ് ഉണ്ടാവുള്ളൂ. അല്ലാത്ത ആൾക്ക് സ്ട്രെസ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പറ്റൂല, പക്ഷെ ശ്രമിച്ചുകൊണ്ടിരിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ. ആൻഡ് കൂടുതൽ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നാളെ വൈകുന്നേരം കൃത്യം 7 മണിക്ക് ഞാനും JD സാറും ഗ്രാമർ ടോപ്പിക്കുകൾക്ക് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ്ലി ഒരു പബ്ലിക് ലൈവ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഉറപ്പായും നിങ്ങൾ അതിൽ പങ്കെടുക്കുക. ആൻഡ് ഇംഗ്ലീഷിൽ ഇത്തവണ നമുക്ക് A+ പിടിക്കണം. അതിൽ യാതൊരു കോംപ്രമൈസും ഉണ്ടാവില്ല. സോ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സോ അണ്ടിൽ വി സീ നെക്സ്റ്റ് ടൈം, ദിസ് ഇസ് നാസർ ഫാറുദ്ദീൻ, നിങ്ങളുടെ സ്വന്തം നാച്ചു സാർ, സൈനിങ് ഓഫ്. Thank you, everybody.